അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നും നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ 4 മണി മുതലുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ സമയം 4:15 സുബഹ് ബാങ്ക് കൊടുക്കുക 4:45 അങ്ങനെതാ നിസ്കാരം, ഖുർആനോദൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. നമ്മളിപ്പോൾ ഉള്ളത് ദുൽഹിജ്ജ മാസത്തിലാണ്. വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു മാസമാണ് ദുൽഹിജ്ജ മാസം. സൂര്യൻ ഉദിച്ചു വരുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ഈ 10 ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യണം. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ ദിവസങ്ങളിലാണ്. നിസ്കാരം, നോമ്പ്, ദിക്റുകൾ, ദുആകൾ, സ്വതക്ക ചെയ്യുക, കുടുംബബന്ധം ചേർക്കുക, അങ്ങനെ ഏതു നന്മകൾക്കും അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ദിവസങ്ങളാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ കൂടുതലായിട്ടും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തണം. ഇനി ദുൽഹിജ്ജ 9 അറഫ നോമ്പ് എടുക്കണം. പിന്നെ ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിലും സുന്നത്ത് നോമ്പ് എടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു 10 ദിവസങ്ങളിൽ അല്ലാഹു അക്ബർ എന്ന തക്ബീർ നമ്മൾ ധാരാളമായിട്ടും ചൊല്ലണം. അതുപോലെ തന്നെ അൽഹംദുലില്ലാ എന്ന തഹ്മീദും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തഹ്ലീലും സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹും ധാരാളമായിട്ടും ചൊല്ലണം. അതുപോലെ തന്നെ എല്ലാ രാത്രിയിലും സൂറത്തുൽ ഫജ്ർ ഓതണം. ദുൽഹിജ്ജ മാസത്തിൻ്റെ പവിത്രതയെ കുറിച്ചിട്ട് ഖുർആനിൽ പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 രാത്രി സൂറത്തുൽ ഫജ്ർ ഓതിയാൽ അവൻ്റെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുന്നു. അതുപോലെ തന്നെ സൂറത്തുൽ ഹജ്ജ് ഓതണം. സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ രാത്രിയിലും 200 പ്രാവശ്യം ഓതണം. പിന്നെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ആട്, പോത്ത്, ഒട്ടകം അങ്ങനെയുള്ള വല്ലതിനെയും കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലണം. അപ്പോൾ ദുൽഹിജ്ജ മാസത്തിലെ വളരെ പുണ്യമുള്ള ഈ 10 ദിവസങ്ങളിൽ കൂടുതലായിട്ട് ഇബാദത്തുകൾ ചെയ്യാനും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും എല്ലാവർക്കും കഴിയട്ടെ ഇൻഷാ അല്ലാഹ്. ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് കുറച്ച് ദിവസം മുന്നേ വീഡിയോ ഇടേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് തീരെ ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഇത്രയും ലേറ്റായത്. പിന്നെ ഇതിപ്പോൾ ദാ എൻ്റെ വീടിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ മയിൽ. കണ്ടപ്പോൾ നല്ല രസം തോന്നി, അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ്. ഇനി നമുക്ക് അസ്മാ ഉൽ ഹുസ്ന ജേർണലിങ് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ 68ാമത്തെ ഇസ്മ വരെയാണ് പറഞ്ഞിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി 69ാമത്തെ ഇസ്മാണ് അൽ സ്വമദു, ആരെയും ആശ്രയിക്കാത്തവൻ, അല്ലെങ്കിൽ എല്ലാവരും ആശ്രയിക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ഇസ്മ പതിവായി ചൊല്ലിയിട്ടുണ്ടെങ്കിൽ വിശാലമായ ഭക്ഷണവും ആയുസ്സും ലഭിക്കും. പിന്നെ 1000 തവണ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഹലാലായ ഏത് ഉദ്ദേശവും സാധിക്കും. നമ്മളിത് 1000 പ്രാവശ്യം ചൊല്ലുന്നതിൻ്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ 11 സ്വലാത്ത് ചൊല്ലിയിട്ട് വേണം ഇത് 1000 പ്രാവശ്യം ചൊല്ലാൻ. അതുപോലെ തന്നെ ഇത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷവും 11 സ്വലാത്ത് ചൊല്ലണം. അസ്മാ ഉൽ ഹുസ്നയിലെ 70ാമത്തെ ഇസ്മാണ് അൽ ഖാദിറു, എല്ലാത്തിനും കഴിയുന്നവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ചില ദിവസങ്ങളിൽ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഇബാദത്തുകൾ ചെയ്യാനൊന്നും തോന്നാത്ത ദിവസങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ, അല്ലെങ്കിൽ നമുക്ക് നിസ്കരിക്കാനും ഖുർആൻ ഓതാനൊക്കെ മടി തോന്നുമ്പോൾ ഈ ഒരു ഇസ്മ 100 തവണ ചൊല്ലി ദുആ ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് എല്ലാം മാറിക്കിട്ടും. ഇബാദത്തുകൾ ചെയ്യാനൊക്കെ നല്ല ഉത്സാഹം ഉണ്ടാകും. പിന്നെ കച്ചവടത്തിൽ വിജയം ലഭിക്കാൻ ഈ ഇസ്മ ചൊല്ലി ദുആ ചെയ്താൽ മതി. പിന്നെ വുളൂഇന് ശേഷം ഇത് ചൊല്ലിയാൽ ശത്രുവിനെ കീഴടക്കി വിജയം നേടാൻ കഴിയും. ഇനി 71ാമത്തെ ഇസ്മാണ് അൽ മുഖ്തദിറു, അതിശക്തനായവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഉടനെ ഇത് ചൊല്ലിയാൽ മറ്റൊരാളെയും ആശ്രയിക്കാത്ത വിധം അള്ളാഹു അവനെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കും. 72ാമത്തെ ഇസ്മാണ് അൽ മുഖദ്ദിമു, മുന്തിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഈ ഇസ്മ പതിവായി ചൊല്ലിയാൽ പരാജയ ഭീതി അകലും, മഹത്വം ലഭിക്കും, വിജയം ലഭിക്കും. ഇനി 73ാമത്തെ ഇസ്മാണ് അൽ മുഅഖിറു, പിന്തിക്കുന്നവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ഈ ഇസ്മ പതിവായി ചൊല്ലുന്നവർ എല്ലാ നീച പ്രവർത്തനങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. ഇത് ധാരാളം ചൊല്ലുന്നവർക്ക് തൗബയുടെയും തഖ്വയുടെയും കവാടം തുറക്കപ്പെടും. ഇപ്പോൾ നമ്മൾ ടോട്ടൽ 73 ഇസ്മ ജേർണലിങ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസിൽ ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു ദുആ ബുക്കിൽ ഇങ്ങനെ കൂടുതൽ ഡെക്കറേഷനൊന്നും ചെയ്യാതെയാണ്
ഈ ഒരു അസ്മാ ഉൽ ഹുസ്ന ജേണലിങ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വേറൊരു ദുആ ബുക്കിലേക്ക് എല്ലാം മാറ്റി എഴുതാൻ നിൽക്കുകയാണ്. കുറച്ചുകൂടി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടും പിന്നെ കുറച്ചുകൂടി നീറ്റായിട്ടും വേറൊരു ദുആ ബുക്കിലേക്ക് എല്ലാം മാറ്റി എഴുതണം. പിന്നെ എന്നോട് കുറച്ച് ആളുകളൊക്കെ ദുആ ബുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാൻ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കിനി ഇതെല്ലാം പുതിയ ദുആ ബുക്കിലേക്ക് മാറ്റി എഴുതുമ്പോൾ അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ദുആ ബുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാനിതാ മോൻക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. അവനക്കിന്ന് സ്കൂളിൽ പോകാനുണ്ട്. ദോശയും ഗ്രീൻ പീസ് കറി ആയിരുന്നു കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ ഇതാ മോൻക്ക് സ്നാക്സായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുകയാണ്. അവൻ്റെ മിസ്സ് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് ബിസ്ക്കറ്റ്, മിക്സ്ചർ അങ്ങനെയുള്ളതൊന്നും കൊടുത്തയക്കരുത്. ബ്രേക്ക്ഫാസ്റ്റിന് എന്താണോ ഉണ്ടാക്കിയിട്ടുള്ളത് അത് കൊടുത്തയച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കുട്ടികളിപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ദോശയും ഇതൊക്കെ കഴിച്ചിട്ടാണല്ലോ പോകുന്നത്. പിന്നെ അവർക്ക് സ്നാക്സായിട്ട് അത് കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കഴിക്കില്ല. പ്രത്യേകിച്ചിപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോഴും ആ ഒരു പേടിയും കരച്ചിലും ടെൻഷനും ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ എന്തായാലും സ്നാക്സ് ഒന്നും കഴിക്കില്ല. ഞാനിപ്പോൾ മോൻക്ക് ഓരോ ദിവസം സ്നാക്സ് കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കഴിക്കാതെയാണ് ആൾ തിരിച്ചു കൊണ്ടുവരിക. അതുപോലെ തന്നെ അവന് ഫുഡൊന്നും അങ്ങനെ കഴിക്കുന്നില്ല എന്നാണ് അവൻ്റെ മിസ്സ് പറഞ്ഞത്. എന്തായാലും കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞാലേ അതൊക്കെ ഒന്ന് റെഡി ആവുള്ളൂ. പിന്നെ അവനക്ക് ലഞ്ചായിട്ട് കൊടുക്കുന്നത് ചെമ്മീനും ഗ്രീൻ പീസും ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ബിരിയാണി ഒന്നല്ല, തീരെ മസാല ഒന്നും ചേർത്തിട്ടില്ല, അങ്ങനത്തെ ഒരു റൈസാണ് കൊടുക്കുന്നത്. ഇതെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഭാഗ്യം. അങ്ങനെതാ എല്ലാം റെഡിയാക്കുന്നുണ്ട്. ഇനി ഞാൻ അവനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. മോൻക്ക് സ്കൂൾ ബസ്സുണ്ട്, പക്ഷേ ഇന്നിപ്പോൾ ഞാനവനെ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ മോന് നടക്കുന്നത് കണ്ടാൽ വിചാരിക്കും ആൾക്ക് കുഴപ്പമൊന്നുമില്ലാതെ നടന്നു പോവുകയാണെന്നുള്ളത്. പക്ഷേ കരഞ്ഞിട്ടാണ് കേട്ടോ നടക്കുന്നത്. വീട്ടിൽ നിന്നേ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ അവൻ്റെ ആയ വന്നിട്ട് അവൻ്റെ കയ്യും പിടിച്ചിട്ട് ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി. അതിൻ്റെ ഉള്ളിൽ നിന്ന് കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല സങ്കടമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ശരിക്കും അവന് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു മിസ്സിങ് ആണ്. ഇനി ഞാൻ കുറച്ച് റോസ്മേരി വാട്ടർ ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന റോസ്മേരി വാട്ടർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ വീണ്ടും ഉണ്ടാക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഉലുവ കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ മുടി നന്നായി വളരുന്ന ഒരു യൂട്യൂബിൽ വീഡിയോ കണ്ടു. അപ്പോൾ ഞാൻ അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിൽ. പിന്നെ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഇവിടെയുള്ള ഏറ്റവും പഴയൊരു പാത്രത്തിലാണ്. നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമല്ലല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പാത്രം മോശമായി പോയി എന്നുള്ള കമൻറ്റൊന്നും ആരും ഇടല്ലേ. അങ്ങനെ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനൊരു പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കണ്ടതാണ് ബ്രെഡ് കസ്റ്റാർഡ് പുഡിങ് ഉണ്ടാക്കുന്നത്. അത് കണ്ടപ്പോൾ കഴിക്കണമെന്ന് നല്ല ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു പാക്കറ്റ് കസ്റ്റാർഡ് പൗഡർ വാങ്ങി. ഞാനാണെങ്കിൽ അപ്പോഴത്തെ ഒരു തിരക്കിൽ കസ്റ്റാർഡ് പൗഡർ എന്ന് എഴുതിയത് മാത്രമേ നോക്കിയുള്ളൂ. പിന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റും പിന്നെ അതിൻ്റെ റേറ്റും മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. വീട്ടിൽ വന്നതിൻ്റെ ശേഷമാണ് ഇത് എന്ത് ഫ്ലേവറാണെന്നുള്ളത് കാണുന്നത്. ഈ പുഡിങ്ങിന് വേണ്ടത് വനില ഫ്ലേവറായിരുന്നു, പക്ഷെ ഞാൻ എടുത്തു വന്നത് റാസ്ബെറിയുടെ ഫ്ലേവറായിരുന്നു. ഇനി ഞാനിത് എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുമ്പോഴാണ് യൂട്യൂബിൽ നോക്കിയപ്പോൾ റാസ്ബെറി ബ്രെഡ് പുഡിങ് എന്നുള്ളൊരു വീഡിയോ കണ്ടത്. ആ വീഡിയോയിൽ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയത് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അത്രക്കും നല്ല ഡെക്കറേഷനും പിന്നെ മാത്രമല്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ പിന്നെ ഞാൻ അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ബ്രെഡൊക്കെ കട്ട് ചെയ്ത് അതൊന്ന് നെയ്യിൽ ടോസ്റ്റ് ചെയ്തെടുത്തു. ഇനി കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കസ്റ്റാർഡ് പൗഡറും കുറച്ച് പാലും കൂടി മിക്സ് ചെയ്തപ്പോഴാണ് ആകെ ഒരു ടോണിക്കിൻ്റെ സ്മെല്ല്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇത് നമ്മൾ കുറച്ചുകൂടി പാലിൽ മിക്സ് ചെയ്യുമല്ലോ, അപ്പോൾ പിന്നെ ഈ സ്മെല്ലൊക്കെ പോകുന്നു. പക്ഷേ ഇത് കുറുകി വന്നിട്ടും ആ ഒരു ടോണിക്കിൻ്റെ സ്മെല്ല് പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് തുടങ്ങി. എന്നാലും ഞാൻ പിന്നെ വിചാരിച്ചു ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുമല്ലോ, അപ്പോൾ ഇതിൻ്റെ ഈ ടോണിക്കിൻ്റെ സ്മെല്ല് കുറച്ചൊന്ന് കുറയുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ബ്രെഡൊക്കെ നന്നായി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു മിക്സ് അതിൽ കൊഴിച്ചു. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ പുഡിങ് അങ്ങനെ സെറ്റ് ചെയ്തു. പിന്നെ ഇതിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു
ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ മുകളിൽ നട്ട്സൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു. ശരിക്കും പറഞ്ഞാൽ നട്ട്സൊന്നും ചേർക്കാതിരുന്നത് നന്നായി. കാരണം ഇത് ഞാനൊരു 4-5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് സെറ്റായി വന്നപ്പോഴും ഈ ഒരു ടോണിക്കിൻ്റെ സ്മെല്ല് അപ്പോഴും ഉണ്ട്. പിന്നെ ഇത് കഴിക്കണോ വേണ്ടേ എന്നുള്ളതിൽ കുറേ നേരം ഇരുന്നു. റാസ്ബെറിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു പുഡിങ് നല്ല ഇഷ്ടമാവും. പക്ഷേ എനിക്ക് ഈ ഒരു ഫ്ലേവർ അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. എന്തായാലും ഞാനിതിൽ നിന്നൊരു കാര്യം പഠിച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സാധനം വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റും അതിൻ്റെ റേറ്റും മാത്രമല്ല, അത് ഏത് ഫ്ലേവറാണെന്നുള്ളത് കൂടി നോക്കണം എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നിസ്സാര കാര്യങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ നന്നായി ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന്. എന്തായാലും ഇനി ഇങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. ഞാനാണെങ്കിൽ നമുക്കിത് വീഡിയോയിൽ ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് നല്ല രീതിക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിതങ്ങനെ ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നില്ല. റാസ്ബെറിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇത് കുഴപ്പമുണ്ടാവില്ല, അല്ലാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ ഞാനിതാ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഡയറിയിലാണ് എഴുതി വെക്കാറുള്ളത്. ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും ഞാൻ ഈ ഡയറിയിൽ എഴുതി വെക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച റോസ്മേരി വാട്ടറാണ് കേട്ടോ. അത് ഞാൻ ബോട്ടിലിൽ ആക്കിയിട്ടുണ്ട്. ശരിക്കും എനിക്കിത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. എൻ്റെ മുടി ആദ്യം നന്നായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ശേഷം വളരെ കുറച്ച് മാത്രമാണ് മുടി കൊഴിയുന്നത്. തീരെ കൊഴിയുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആദ്യത്തെ അത്രയൊന്നും ഇപ്പോൾ കൊഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ തന്നെ കമൻ്റായിട്ട് അറിയിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.